ഹലോ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന സാധനമാണല്ലേ ഐസ്ക്രീമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ ഇതുപോലുള്ള കപ്പുകൾ. അപ്പോൾ നമ്മളിതിങ്ങനെ എടുത്ത് കളയാറല്ലേ പതിവ്. അപ്പോൾ ഇനി ഈ ഐസ്ക്രീം കപ്പുകളൊന്നും കളയണ്ട കേട്ടോ. ഐസ്ക്രീം ബോളും ഈ ഐസ്ക്രീം കപ്പും ഒക്കെ വെച്ചിട്ട് നമ്മൾ സൂപ്പറായിട്ടുള്ള 2 ഫ്ലവർ വൈസുകളാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മളിതാ ഈ കോൺ ഷേപ്പിലുള്ള ഈ ഒരു കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമ്മളിങ്ങനെ അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ താഴ്ഭാഗത്തുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാനുണ്ടേ. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ചൂടായൊരു കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഫ്യൂസ് ആയിട്ടുള്ള ഒരു ബൾബാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ഫ്യൂസായ ബൾബ് നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ വേറൊരു ഫ്ലവർ വൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചും കൂടി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫെവി ഫ്ലെക്സിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടി പിടിച്ചേക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കയ്യിലൊന്നും വീഴാണ്ട് സൂക്ഷിക്കണം കേട്ടോ, ഭയങ്കരമായിട്ട് ഒട്ടുന്നൊരു ഗ്ലൂ ആണേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇളവിയൊന്നും പോരത്തില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബേസ് വേണമല്ലോ. ബേസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കപ്പ് ഐസ്ക്രീമിൻ്റെ അടപ്പ് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ അടപ്പും കൂടി നമുക്കിതിൻ്റെ താഴെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. സെയിം ഗ്ലൂ ഉപയോഗിച്ച് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമുക്കിത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ വൈസിൻ്റെ ഒരു മോഡൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ കുറച്ചും കൂടി ക്യൂട്ടാക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ അനുസരിച്ച് നമുക്കിതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ക്രീം കളറിലുള്ള ഒരു പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ ആ പെയിൻറ്റ് നമുക്ക് ഈ ബൾബിൻ്റെ ഈ പോർഷനിൽ മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ബൾബിൻ്റെ പോർഷനിലെല്ലാം പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള പോർഷനിൽ കൊടുക്കാം. മുകളിൽ ഞാനൊരു നേവി ബ്ലൂ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ താഴെ വെച്ചിരിക്കുന്ന ഈ ബേസായിട്ട് വെച്ചിരിക്കുന്ന ഈ അടപ്പിലും നമ്മൾ ഈ ബ്ലൂ കളർ തന്നെയാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്തും നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മളുടെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്വീക്കൻസുകളൊക്കെ ഒട്ടിച്ച് കൊടുത്ത് കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴയതോ നമ്മുടെ കയ്യിൽ എടുക്കാതെയൊക്കെ വെച്ചിരിക്കുന്ന കുറച്ച് സ്വീക്കൻസുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള ലേസുകളൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് കുറച്ചും കൂടി ഭംഗിയാക്കാം.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. എപ്പോഴും നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ പൂവ് മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, പൂവ് ഇട്ട് വയ്ക്കാനുള്ള ഫ്ലവർ വൈസും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഫ്ലവർ വൈസ്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫ്ലവർ വൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോൾ ഐസ്ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി വലുതാണ് കേട്ടോ, അരുണിൻ്റെ ഐസ്ക്രീം ആയതുകൊണ്ട് വലിയ ബോളാണ്. അപ്പോൾ നമുക്ക് ഈ വലിയ ബോളിൻ്റെ ഈ കവറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ മാറ്റിയെടുത്ത് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ എടുത്ത കപ്പ് ഐസ്ക്രീമിൻ്റെ ഒരു കപ്പും കൂടി വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കപ്പിന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബോൾ ഐസ്ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഗ്ലൂ വെച്ച് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് പരിപാടിയിലേക്ക് പോവുകയാണ് കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലും കൂടി കുറച്ച് സ്റ്റോൺസും ലേസൊക്കെ വെച്ചിട്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് കളയുന്ന കപ്പും ബോളും ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുത്ത സിമ്പിളായിട്ടുള്ള 2 ഫ്ലവർ വൈസുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അത്രയ്ക്കേ ഉള്ളൂ. താങ്ക് യു.